ഓം നമ ശിവായ. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. ലാസ്റ്റ് ക്ലാസ്സിൽ മിസ്സ് നിങ്ങളുടെ ബൂഢി അമ്മ എന്നുള്ള ലെസൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മൗഖിക് പേജ് നമ്പർ 122 മൗഖിക് 5 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നിങ്ങൾക്ക് ഓൾറെഡി തന്നു കഴിഞ്ഞു. അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ ലിഖിതിൽ ചരിത്ര ചിത്രൻ കീജിയെ ബൂഢി അമ്മ ബീനു ഈ 2 ക്യാരക്ടറിൻ്റെയും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് തന്നിരിക്കുന്നത്. അതും കഴിഞ്ഞ ആഴ്ച മിസ് തന്നതാണ്. മിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിൽ ഓഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എഴുതിയാൽ മാത്രം പോരാ, അത് നന്നായി പഠിക്കണം. 5 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണത്. ഓക്കെ. ലിഖിതിൽ വരുന്ന ബൂഢി അമ്മ ബീനു എന്ന് പറയുന്ന 2 കഥാപാത്രങ്ങളുടെ ചരിത്ര ചിത്രണം അത് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ആ ബൂഢിയമ്മ ആരായിരുന്നു, എങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതേപോലെ ബീനുവിൻ്റെ സ്വഭാവത്തെ പറ്റി. അപ്പോൾ അത് രണ്ടും അതിലേതെങ്കിലും ഒന്ന് എക്സാമിന് തീർച്ചയായിട്ടും ഉണ്ടാവും. ഓക്കെ. 5 മാർക്സ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് രണ്ടാമത്തത് റിക്തസ്ഥാൻ ഭരിയെ. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുക. പേജ് നമ്പർ 122. റിക്തസ്ഥാൻ ഭരിയെ എന്ന് പറഞ്ഞാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അമ്മാ കി ആँखों से ഡേഷ് പ്രവാഹിത് ഹോ രഹേ थे. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, അമ്മയുടെ കണ്ണിൽ നിന്നും എന്താണ് പ്രവഹിച്ചു കൊണ്ടിരുന്നത്. അത് ടെക്സ്റ്റ് ബുക്കിൽ എന്ത് വേർഡാണോ അത് തന്നെ എഴുതണം. ഓക്കെ. അശ്രു എന്നാണ് ടെക്സ്റ്റ് ബുക്കിൽ, ആൻസു എന്നും പറയും അല്ലേ. അപ്പോൾ അശ്രു പ്രവാഹിത് ഹോ രഹേ थे അങ്ങനെ തന്നെ എഴുതുക. സെക്കൻഡ് വൺ, ഇത് ശരിക്കും പറഞ്ഞാൽ മക്കൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് കഴിഞ്ഞാൽ അതിൽ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഇതിന് തരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ കണ്ടുപിടിച്ച് ചെയ്യണം. അത് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പക്ഷേ കുറേ ആൾക്കാർ സ്വന്തമായി ഒട്ടും തന്നെ പരിശ്രമിക്കുന്നില്ല. ക്ലാസ് തന്നെ പകുതിയേ കേൾക്കുന്നുള്ളൂ, മുഴുവനും കേൾക്കുന്നില്ല, നോട്ട്സ് എഴുതുന്നില്ല. ഇങ്ങനെയൊക്കെ അറിയുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ മാറ്റിവെച്ച് എല്ലാവരും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യണം. എക്സാം ഉണ്ടാവും, ഫൈനൽ എക്സാം ഉണ്ടാവും. അതുകൊണ്ട് ദയവേത് ആരും നോട്ട് എഴുതാതിരിക്കരുത്. ഇത് പഠിക്കേണ്ടതാണ്. പിന്നെ പരീക്ഷയായിട്ട് മിസ്സേ എനിക്ക് ആ നോട്ട് കിട്ടിയിട്ടുണ്ടായിട്ടില്ല, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ഒന്നും കൂടെ അയച്ചു തരുമോ എന്നൊന്നും ആരും പേഴ്സണലി ചോദിക്കേണ്ട. കാരണം എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് അയക്കുന്നുണ്ട്. അന്നന്ന് ക്ലാസ് കാണാത്തത് കൊണ്ടാണ് എക്സാം എടുക്കുമ്പോൾ നോട്ട്സിന് എല്ലാവരും ചോദിക്കുന്നത്. കഴിഞ്ഞ തവണ ഇങ്ങനെ ഉണ്ടായി. ആരൊക്കെയോ നോട്ട് എഴുതാണ്ട് എക്സാം ആയപ്പോൾ മിസ്സേ അത് എഴുതിയിട്ടില്ലായിരുന്നു, അത് ഞാൻ വിട്ടുപോയി, മറന്നുപോയി, കാണുന്നില്ല, അതൊന്നും കൂടെ അയച്ചു തരുമോ എന്ന് ചോദിച്ചു. ഇപ്പോൾ ഇത്രയും ആൾക്കാർക്ക് സ്പെഷ്യലായിട്ട് അങ്ങനെ അയച്ചു തരാൻ പറ്റില്ല. നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അങ്ങനെ പറ്റുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരു തവണ അയക്കുമ്പോൾ അന്നന്ന് നോട്ട്സ് കംപ്ലീറ്റ് ചെയ്യാം. അതുപോലെ നോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ. സോ ഫസ്റ്റ് വൺ, അമ്മാ की आँखों से डैश प्रवाहित हो रहे थे. अम्मा की आँखों से अश्रु प्रवाहित हो रहे थे. सेकेंड वन, डरो मत बेटा, मैं एक बेसहारा डैश हूँ. मैं एक बेसहाര വൃദ്ധ ഹൂം. അല്ലേ, വൃദ്ധയാണ്, ഞാനൊരു നിസ്സഹായയായ വൃദ്ധയാണ്. ബേസഹാര വൃദ്ധ ഹൂം. തേർഡ് വൺ, ബൂഢി അമ്മ കോ തേസ് ഡേഷ് ഥ. ബൂഢി അമ്മ കോ തേസ് ഡേഷ് ഥ, ജ്വർ ഥ. ബൂഢി അമ്മ കോ തേസ് ജ്വർ ഥ. ജ്വർ അല്ലേ, പനി എന്നുള്ള അർത്ഥമാണ്, ഫീവർ. നെക്സ്റ്റ്, ഈശ്വർ ഹർ മാ കോ തേരി ജൈസി ഡേഷ് ദേ. ഈശ്വർ ഹർ മാ കോ തേരി ജൈസി ഔലാദ് അല്ലേ, ഔലാദ് ദേ. ഈശ്വരൻ എല്ലാ അമ്മമാർക്കും നിന്നെപ്പോലെയുള്ള സന്താനത്തെ കൊടുക്കട്ടെ എന്ന് അമ്മ ആശീർവദിക്കുകയാണ് ചെയ്യുന്നത് ബീനുവിനെ. അപ്പോൾ ഔലാദ്. അപ്പോൾ ഇത്രയും ഫില്ല് ചെയ്യുക. നെക്സ്റ്റ്
निम्नलिखित प्रश्नों के उत्तर लिखिए। निम्नलिखित प्रश्नों के उत्तर लिखिए। बूढ़ी अम्मा की झोंपड़ी में जाने से लोग क्यों कतराते थे? कतराना मीन्स डरना എന്നുള്ള അർത്ഥമാണ്. बूढ़ी अम्मा की झोंपड़ी में जाने से लोग क्यों कतराते थे? ബൂഢി അമ്മയുടെ കുടിലിൽ പോകാൻ ജനങ്ങൾ എന്തുകൊണ്ടാണ് ഭയപ്പെട്ടിരുന്നത്? ആൻസർ, बूढ़ी अम्मा की झोंपड़ी में जाने से लोग इसलिए कतराते थे क्योंकि उन्हें लगता था कि बूढ़ी अम्मा एक डायन है. बूढ़ी अम्मा की झोंपड़ी में जाने से लोग इसलिए कतराते थे. ബൂഢി അമ്മയുടെ കുടിലിൽ പോകാൻ ജനങ്ങൾ ഇതുകൊണ്ടാണ് പേടിച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ ക്യൂങ്കി എന്തുകൊണ്ടെന്നാൽ ഉനേ ലഗ്താ ഥാ അവർക്ക് തോന്നിയിരുന്നു കി ബൂഢി അമ്മ ഏക് ഡയൻ ഹേ ബൂഢി അമ്മ ഒരു രാക്ഷസിയാണ്, അല്ലേ, ഒരു മന്ത്രവാദിനിയാണ് എന്ന് അവർക്ക് തോന്നിയിരുന്നത് കൊണ്ടാണ് അവർ പോവാൻ ഭയപ്പെട്ടത്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ആൻസർ വളരെ ഷോർട്ടാണ്, അത് പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, बीनू ने बूढ़ी अम्मा की मदद कैसे की? बीनू ने बूढ़ी अम्मा की मदद कैसे की? ബീനു ബൂഢി അമ്മയെ എങ്ങനെയാണ് സഹായിച്ചത്? മദദ് മീൻസ് ഹെൽപ്പ്. ഓക്കെ, ആൻസർ, बीनू ने बूढ़ी अम्मा को पहले पानी लाकर पिलाया, बाद में अपने घर से खाना लाकर खिलाया और बुखार की दवा भी दी. എല്ലാ സംഭവങ്ങളും ഉണ്ട്. ആൻസർ വളരെ ഷോർട്ടുമാണ്, അല്ലേ. ബീനു എന്തൊക്കെയാണ് ബൂഢി അമ്മക്ക് വേണ്ടി ചെയ്തു കൊടുത്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അവരെ എങ്ങനെയൊക്കെയാണ് സഹായിച്ചത്? അപ്പം ആൻസർ, ബീനുവിനെ ബൂഢി അമ്മാക്കോ പഹലെ പാനി ലാക്കർ പിലായ, ആദ്യം തന്നെ വെള്ളം കൊണ്ടുവന്ന് കുടിപ്പിച്ചു. ബാദ്മേ അപ്നെ ഘർ സേ ഖാന ലാക്കർ ഖിലായ, പിന്നീട് തൻ്റെ വീട്ടിൽ നിന്നും ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ആർ ബുഖാർ കി ദവാ ഭി ദി, എന്നിട്ട് പനിയുടെ മെഡിസിൻ മരുന്നും കൂടെ കൊടുത്തു, അല്ലേ. ബുഖാർ എന്ന് പറഞ്ഞാൽ ഫീവർ, ദവ മെഡിസിൻ. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ, ബീനു കി ഹർക്കത്ത് ദേക്കർ മാനെ ക്യാ കഹ? ആ ബീനുവിൻ്റെ ശുഷ്കാന്തി കണ്ടിട്ട് അമ്മ എന്താണ് പറഞ്ഞത്? ബീനു കി ഹർക്കത്ത് ദേക്കർ മാനെ കഹ कि ईश्वर हर माँ को तेरे जैसी औलाद दे और उसे गले से लगा लिया. അവനെ ആശീർവദിക്കുകയാണ് ചെയ്തത്, അല്ലേ. ബീനു കി ഹർക്കത്ത്, ബീനുവിൻ്റെ ആ ഒരു സഹായ മനസ്ഥിതി കണ്ടിട്ട് മാനെ കഹ അമ്മ പറഞ്ഞു കി ഈശ്വർ ഹർ മാക്കോ തേരെ ജൈസി ഔലാദ് ദേ, ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം, അല്ലേ, ഗോഡ് നിന്നെ പോലെയുള്ള എല്ലാ അമ്മമാർക്കും നിന്നെ പോലെയുള്ള സന്താനങ്ങളെ കൊടുക്കട്ടെ എന്ന് ആശീർവദിച്ചു. ആ റുസേ ഗലേസേ ലഗാലെ, എന്നിട്ട് അവനെ ആലിംഗനം ചെയ്തു സ്നേഹത്തോടെ. അങ്ങനെയാണ് ബൂഢിയമ്മ ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ്, നിമ്നലിഖിത പ്രശ്നോക്ക് ഉത്തർ വിസ്താരപൂർവ്വക് ലിഖിയെ. കുറച്ച് വിവരിച്ചെഴുതാനാണ്. ബൂഢി അമ്മ കഹാനി ക്യാ സന്ദേശ് ദേത്തി ഹെ? ബൂഢി അമ്മ എന്നുള്ള കഥ നമുക്ക് എന്ത് സന്ദേശമാണ് തരുന്നത്? ഓക്കെ, ഈ കഥയിലൂടെ കുട്ടികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത് എന്നാണ് ഈ ക്വസ്റ്റ്യൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ എന്ത് സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്? हमें दूसरों के प्रति प्रेम भाव तथा സഹാനുഭൂതി रखनी चाहिए, അല്ലേ. നമ്മൾ മറ്റുള്ളവരോട് സ്നേഹവും സഹാനുഭൂതിയും ഒക്കെ കാണിക്കണം. പിന്നെയോ സദൈവ ഗരീബ് അസമർത്ത് കി മദത് കർണി ചാഹിയെ, എല്ലായ്പ്പോഴും പാവപ്പെട്ടവരുടെയും, അസമർത്ത് എന്ന് പറഞ്ഞാൽ യാതൊരു സാമർഥ്യവുമില്ലാത്ത അല്ലെങ്കിൽ പരസഹായമില്ലാത്തവരുടെയും അവരെയും സഹായിക്കണം. പിന്നെയോ
अपनी छोटी सी मदद किसी के लिए बहुत कारगर हो सकती है എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെറിയ സഹായം മറ്റുള്ളവർക്ക് അതൊരു വലിയ സഹായമായി മാറും. അപ്പം ഈ കഥയിലൂടെ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കാനും പ്രത്യേകിച്ച് പ്രായമായ വൃദ്ധയായ ഒരു സ്ത്രീ അല്ലേ, അവരെ സഹായിക്കാനുള്ള മനസ്ഥിതി, അങ്ങനെ പ്രായമായവരെ കെയർ ചെയ്യാനുള്ളൊരു മനസ്ഥിതി നമുക്കുണ്ടായിരിക്കണം എന്നാണ് ഇതിലൂടെ പറയുന്നത്. ഇതിലൂടെ കുട്ടികളുടെ മനസ്സിൽ സ്നേഹം, സഹാനുഭൂതി, പിന്നെ ദൂസരോं की मदद की ഭാവന, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഭാവന, ഇതൊക്കെ ഉണ്ടായിരിക്കണം അല്ലേ. അച്ഛേ സംസ്കാർ അച്ഛേ ജീവൻ കെ ലിയെ ബഹുത് മഹത്വപൂർണ്ണ ഹോത്തെ. അപ്പോൾ നമുക്ക് നല്ല സംസ്കാരമാണ് നമ്മുടെ നല്ല ജീവന് ആധാരം. അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ടാണ് നിങ്ങൾ ഈ സന്ദേശം എഴുതേണ്ടത്. ഓക്കെ, അത് മിസ് തരും. നെക്സ്റ്റ് അതിൽ തന്നെയുള്ള സെക്കൻഡ് ക്വസ്റ്റ്യൻ, ബൂഢി അമ്മ കഹാനി പഠിക്കർ आपने क्या सीख ली और इसे अपने जीवन में कैसे अपनाएंगे. ഇതൊരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ആൻസർ മക്കൾ വന്നാൽ സ്വന്തമായിട്ട് എഴുതണം. ഇത് സാധാരണ ചോദിക്കുന്ന മറ്റേ ബൂഢി അമ്മ കഹാനി കാ സന്ദേശ് ക്യാ സന്ദേശ് ദേത്തി ഹെ എന്നുള്ള അതേ സംഭവം തന്നെയാണ് ഇതിലും വരുന്നത്. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ മിസ് പ്രത്യേകിച്ച് ആൻസർ തരുന്നില്ല, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ബൂഢി അമ്മ കഥ വായിച്ചിട്ട് നിങ്ങൾക്കതിൽ നിന്ന് എന്ത് പാഠമാണ് ലഭിച്ചത്, അത് സന്ദേശം തന്നെയാണ്, അതിലുള്ള സന്ദേശം തന്നെയാണ് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം എന്ന് പറയുന്നത്. അപ്പോൾ അതേ ആൻസർ എഴുതിയാൽ മതി. ഓക്കെ, ക എന്നുള്ള ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ തന്നെ എഴുതിയാൽ മതി, ഖ എന്നുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഭാഷാജ്ഞാനം. ഇനി എടുത്തതാണ് ഭാഷാജ്ഞാനം. ഗ്രാമർ പാർട്ടിൽ വിലോമ ശബ്ദ ലിഖിയെ, ഓപ്പോസിറ്റ് വേർഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വിലോമ ശബ്ദ എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് അല്ലേ, വിപരീത ശബ്ദം. വിലോമ ശബ്ദ ഓപ്പോസിറ്റ്, വിപരീത ശബ്ദം എന്തൊക്കെയാണ്? ജൽദി, ജൽദി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ എന്താണ് ഓപ്പോസിറ്റ് വരിക? ലേറ്റ് എന്നുള്ള അർത്ഥത്തിന് ദേർ. ഓക്കെ, ജൽദി, ദേർ. പിന്നെയോ അന്തർ, ഇത് നിങ്ങൾ കുഞ്ഞുനാളിലേ പഠിക്കുന്നതാണ്. അന്തർ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ അല്ലേ, അതിൻ്റെ ഓപ്പോസിറ്റ് ബാഹർ. അന്തർ, ബാഹർ. തേർഡ് വൺ പുരാനി. പുരാനി എന്ന് പറഞ്ഞാൽ പുരാനി, പുരാന എന്ന് വെച്ചാൽ ഓൾഡ്. അപ്പോൾ പുതിയതിനെന്താ പറയുക? നയ അല്ലേ. പുരാനി എന്ന് വന്നതുകൊണ്ട് നൈ എന്നെഴുതണം. പുരാന എന്നാണ് ക്വസ്റ്റ്യനിലെങ്കിൽ നയ എന്നെഴുതുക. ഓക്കെ, ഇവിടെ പുരാനി എന്നാണ് തന്നത്, അതുകൊണ്ട് നൈ, ന ഈ ആണ്, നൈ. നെക്സ്റ്റ് പാസ്. പാസ് എന്ന് പറഞ്ഞാൽ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ദൂരം അല്ലേ, ദൂർ. പാസ്, ദൂർ. നെക്സ്റ്റ് ഭയ. ഭയ എന്ന് വെച്ചാൽ പേടി അല്ലേ, ഫിയർ, ഭയം. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നിർഭയ, പേടിയില്ലായ്മ, നിർഭയ. ഭയ, നിർഭയ. നെക്സ്റ്റ് ആജ്. ആജ് എന്ന് പറഞ്ഞാൽ ഇന്ന്. ഇന്നിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? നാളെ അല്ലേ. അപ്പോൾ കൽ. കൽ എന്ന് പറഞ്ഞാൽ നാളെയെന്നും അർത്ഥമുണ്ട്, ഇന്നലെയെന്നും അർത്ഥമുണ്ട്. പക്ഷേ അത് നമ്മൾ പ്രയോഗിക്കുന്നതിനനുസരിച്ചാണ് അതിൻ്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്നത്. മേ കൽ സിനിമ ദേഖ്നെ ഗയാ ഥാ എന്ന് പറഞ്ഞാൽ ഥാ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസായി. മക്കൾ ടെൻസ് പഠിച്ചതാണല്ലോ. മേ കൽ സിനിമ ദേഖ്നെ ഗയാ ഥാ എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നലെ സിനിമ കാണാൻ പോയിരുന്നു. അപ്പോൾ അവിടെ കൽ എന്ന് പറയുന്നത് ഇന്നലെ എന്നുള്ള അർത്ഥമാണ് അല്ലേ. മേ കൽ സ്കൂൾ ജാവൂങ്കി, അല്ലെങ്കിൽ മേ കൽ സിനിമ ദേഖ്നെ ജാവൂങ്കി, അങ്ങനെയാണെങ്കിലോ പോകും എന്നായി മാറി അല്ലേ. പോകും എന്ന് പറയുമ്പോൾ ഇതുവരെ പോയിട്ടില്ല, അപ്പോൾ അത് ഫ്യൂച്ചർ ടെൻസ് ആണ്. അപ്പോൾ അവിടെ വരുന്ന കൽ എന്നുള്ളത് നാളെ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലേ. ഞാൻ നാളെ സിനിമ കാണാൻ പോകും. മേ കൽ സിനിമ ദേഖ്നെ ജാവൂങ്കി എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന കൽ എന്താണ്? ടുമാറോ, നാളെ എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അപ്പോൾ കൽ എന്ന് പറയുമ്പോൾ രണ്ടർത്ഥം വരും. ആജ് എന്നുള്ളതിൻ്റെ ഓപ്പോസിറ്റ് കൽ എന്നാണ്. ഓക്കെ, അപ്പം ഒന്നാമത്തത് ജൽദി, ദേർ. അന്തർ, ബാഹർ. പുരാനി, നൈ. പാസ്, ദൂർ. ഭയ, നിർഭയ.
ആജ് കൽ. ഓക്കെ, ഇത്രയാണ് ഓപ്പോസിറ്റ്സ്. അടുത്തത് കഹാനി മേ ആയെ നിമ്നാങ്കിത് ശബ്ദയുഗ്മോം സെ വാക്യ ബനായിയെ. കഹാനി മേ ആയെ, കഹാനി എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ പഠിച്ച കഥയിൽ വന്നിരിക്കുന്ന ചില ശബ്ദയുഗ്മങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അതിനെക്കൊണ്ട് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കണം വാക്യത്തിൽ പ്രയോഗിച്ചിട്ട്. അപ്പോൾ ശബ്ദയുഗ്മ എന്താണെന്ന് മക്കൾ പഠിച്ചിട്ടില്ല. ശബ്ദയുഗ്മ എന്ന് പറഞ്ഞാൽ രണ്ട് ശബ്ദങ്ങൾ, ഒരു ഹൈഫൺ ഇട്ടിട്ട് രണ്ട് ശബ്ദങ്ങൾ ചേർത്ത് എഴുതുന്നത്. ഓക്കെ, അതിൽ ചിലപ്പോൾ ആ സോർ അല്ലെങ്കിൽ ഖാന പീന അല്ലേ, ഖാന പീന, ബീച്ച് ബീച്ച്, സോർ സോർ, ജഗ്മഗ് ജഗ്മഗ്, ബഡേ ബഡേ, കഹാ കഹാ, ഇതൊക്കെയാണ് വേർഡ്സ് തന്നിരിക്കുന്നത്. അതിൽ ചിലത് സ്വയം അതേ വേർഡ് തന്നെ റിപ്പീറ്റ് ചെയ്തത് തന്നെയാണ്, മറ്റേതിൽ ചിലതിൽ വേറെ വേർഡ് അവിടെ വരുന്നുണ്ട്. അപ്പം ഇവിടെ ശബ്ദയുഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഫൺ ഇട്ടിട്ട് വരുന്നതാണ് ശബ്ദയുഗ്മങ്ങൾ. ഹൈഫൺ ഇട്ട് എഴുതുന്നത് രണ്ട് വേർഡിനെ ചേർത്ത് എഴുതാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ചും കൂടെ സ്ട്രെസ്സ് കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെയും ചെയ്യുന്നത്. പിന്നെ അതിൽ അർത്ഥവ്യത്യാസവും വരും. ഖാനാപീന എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് അല്ലേ, തിന്നലും കുടിക്കലും എന്നുള്ള അർത്ഥത്തിൽ വരുമ്പോൾ അത് ടോട്ടലി ഭക്ഷണം എന്നുള്ള അർത്ഥമാണ് ഖാനാപീന. ബീച്ച് ബീച്ച് എന്ന് പറഞ്ഞാൽ മിഡിൽ, മധ്യഭാഗത്ത്. സോർ സോർ എന്ന് പറഞ്ഞാലോ ഉറക്കെ എന്നുള്ള അർത്ഥമാണ്. ജഗ്മഗ് ജഗ്മഗ് എന്ന് പറഞ്ഞാൽ മിന്നിത്തിളങ്ങുന്ന. ബഡേ ബഡേ വലിയ. കഹാ കഹാ എവിടെയൊക്കെ എന്നുള്ള അർത്ഥമാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ വെച്ച് വാക്യത്തിൽ പ്രയോഗിക്കുകയാണ് വേണ്ടത്. അപ്പോൾ മിസ്സ് അതിൻ്റെ നോട്ട്സ് തരാം. അപ്പോൾ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഒന്നാമത്തത് ഖാനാപീന അല്ലേ. ജൽദി സെ ഖാനാപീന സമാപ്ത് കർലോ ഫിർ ഘൂംനെ ജാനാ ഹെ. പെട്ടെന്ന് തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് എന്ത് വേണം, ഘൂംന ജാനാ ഹെ, എന്നിട്ട് വേണം നടക്കാൻ പോകാൻ അല്ലേ. അതാണ് ജൽദി സെ ഖാനാപീന സമാപ്ത് കർലോ, പെട്ടെന്ന് ഭക്ഷണം തീർക്ക്. എന്താ വേണ്ടത്, ഫിർ ഘൂംനെ ജാനാ ഹെ, പിന്നീട് നമുക്ക് കറങ്ങാൻ പോവാം. ഓക്കെ, ഖാനാപീന അതാണ്. നെക്സ്റ്റ് बीच बीच। अध्यापक के पाठ पढ़ाते समय उन्हें बीच बीच में टोकना नहीं चाहिए. അധ്യാപകക്കെ പാഠ പഠാത്തെ സമയം, അധ്യാപകൻ പാഠം പഠിപ്പിക്കുന്ന സമയത്ത് ഉന്നെ ബീച്ച് ബീച്ച് മേ ടോക്കന നഹി ചാഹി. ടോക്കന എന്ന് പറഞ്ഞാൽ റോക്കന എന്നുള്ള അർത്ഥമാണ്. അദ്ദേഹത്തെ അതിനിടയിൽ, പാഠം പഠിപ്പിക്കുന്നതിനിടയിൽ തടസ്സപ്പെടുത്താൻ പാടില്ല. ഓക്കെ, ബീച്ച് ബീച്ച് മേ ഇൻ മിഡിൽ എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് थर्ड वन जोर जोर। मेरे छोटे भाई रोहन का खिलौना टूट जाने पर वो जोर जोर से रोने लगा. എൻ്റെ ചെറിയ സഹോദരൻ്റെ കളിപ്പാട്ടം പൊട്ടിയപ്പോൾ അവൻ ഉറക്കെ കരയാൻ തുടങ്ങി അല്ലേ. അപ്പോൾ അത് വേറെ നിങ്ങൾക്ക് നിങ്ങളുടേതായ വേർഡ്സിൽ എഴുതാം. ഇപ്പോൾ ഭൂക്ക് ലഗ്നേ സേ ബച്ച സോർ സോർ എന്താ റോനെ ലഗ എന്ന് പറഞ്ഞാൽ വിശപ്പ് തോന്നിയപ്പോൾ കുട്ടിയെ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞു എന്നുള്ള അർത്ഥമാണ്. അത് മക്കളുടെ ഇഷ്ടം പോലെ എഴുതാം, പക്ഷേ സെൻറ്റൻസ് കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രം. ഓക്കെ, മേരെ ഛോട്ടെ ബായി രോഹൻ കാ ഖിലൗന ടൂട്ട് ജാനെ പർ. അവിടെ മേരെ ഛോട്ടെ ബായി രോഹൻ എന്നൊന്നും വേണ്ട, മേരെ ഛോട്ടെ ബായി കാ എന്ന് മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഖിലൗന ടൂട്ട് ജാനെ പർ വോ സോർ സോർ സേ രോനെ ലഗ, അങ്ങനെ എഴുതാം. ഇനി നെക്സ്റ്റ് വൺ ജഗ്മഗ് ജഗ്മഗ്. ഓക്കെ, ദീപാവലി അല്ലെങ്കിൽ ദിവാലി पर रंग बिरंगे बल्बों की रोशनी में सभी लोगों के घर जगमग जगमग करने लगे. ദീപാവലിയിൽ തെളിയിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇട്ട് വെച്ചിരിക്കുന്ന പല കളറിലുള്ള ദീപങ്ങൾ അല്ലേ, ആ വെളിച്ചം എല്ലാവരുടെയും വീടിനെ എന്താക്കുന്നുണ്ട്, അതിങ്ങനെ മിന്നിത്തിളക്കി കൊണ്ടിരിക്കുന്നു. ജഗ്മഗ് ജഗ്മഗ് കർണേ ലഗി. നെക്സ്റ്റ് അടുത്ത വേർഡ് ബഡേ ബഡേയാണ്. ഹമാരെ ഗാവ് की कुश्ती प्रतियोगिता में आसपास के गाँवों के बड़े बड़े पहलवान आए थे. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമത്തിൽ ഗുസ്തി നടക്കുന്ന സമയത്ത് ആ ഗുസ്തി കാണാൻ വേണ്ടി അടുത്ത ഗ്രാമങ്ങളിലുള്ള വലിയ വലിയ പഹൽവാന്മാർ, ഗുസ്തിക്കാർ വരുമായിരുന്നു അല്ലേ. പ്രതിയോഗിതാമേ അവിടെ പങ്കെടുക്കാനാണ് വരുന്നത്.
ഹമാരെ ഗാവ് കി കുസ്തി പ്രതിയോഗിത में നമ്മുടെ ഗ്രാമത്തിലെ ഗുസ്തി പ്രതിയോഗിത കോമ്പറ്റീഷനിൽ ആസ് പാസ് കെ ഗാവോं के लोग बड़े बड़े पहलवान आए थे. തൊട്ടടുത്ത ഗ്രാമങ്ങളിലെ വലിയ വലിയ പഹൽവാന്മാർ വരുമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ലാസ്റ്റ് വൺ കഹാം കഹാം, എവിടെയൊക്കെ എന്നുള്ള അർത്ഥത്തിലാണ്. പുലിസ് ने चोर की तलाश कहाँ कहाँ नहीं की पर वो नहीं मिला. പോലീസ് കള്ളനെ അന്വേഷിച്ച് എവിടെയൊക്കെ എത്തി, എന്നിട്ടും അവനെ കിട്ടിയില്ല എന്നുള്ള അർത്ഥം. അത് ലാസ്റ്റ് വേർഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വാക്യത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത്. ഈ വാക്യത്തിൽ പ്രയോഗിക്കുന്ന വേർഡ്സ്, ആ സെൻറ്റൻസ് നിങ്ങൾക്ക് സ്വന്തമായി എഴുതി ഉണ്ടാക്കാം. ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യണമെന്ന് മാത്രം. ഓക്കെ, ഇനി പേജ് നമ്പർ 124 എടുക്കുക. വിഷയ സംവർദ്ധക ക്രിയാകലാപ്. ഇവിടെ सोचिए और बताइए कहानी में वर्णित बूढ़ी अम्मा जैसे लोगों के लिए सरकार को क्या प्रयास करने चाहिए. നിങ്ങളോട് ആലോചിച്ച് ചിന്തിച്ച് പറയാനാണ് പറയുന്നത്. കഥയിൽ വർണ്ണിച്ച ബൂഢി അമ്മയെ പോലെയുള്ള അനാഥരായവും നിരാശ്രയരായവുമായ ജനങ്ങൾക്ക് സർക്കാർ എന്തൊക്കെ ചെയ്യണം, സർക്കാർക്കോ ക്യാ പ്രയാസ് കർണേ ചാഹിയേ എന്നാണ് ക്വസ്റ്റ്യൻ. അഗർ ആ ബീനു കി ജഗ ഹോത്തെ തോ ക്യാ കർത്തെ, നിങ്ങൾ ബീനുവിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? അത് നിങ്ങൾ എഴുതേണ്ടതാണ് അല്ലേ. ഒന്നുകിൽ നിങ്ങൾ ഓടിപ്പോവും, അല്ലെങ്കിൽ ആ ബൂഢി അമ്മ മന്ത്രവാദി ഡയനാണെന്ന് വിചാരിച്ച് പേടിച്ചകത്ത് കയറാതിരിക്കും, അല്ലെങ്കിൽ ബീനു ചെയ്തതുപോലെ തന്നെ ചെയ്യും, അവർക്ക് ഭക്ഷണം കൊടുക്കും, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയും ആവാം. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാം. നെക്സ്റ്റ് ക്രിയാകലാപിൽ ഗരീബ് ലോഗോं की मदद के लिए कुछ समाज सेवी संस्थाएं निरंतर कार्यरत है. इंटरनेट के माध्यम से इनकी जानकारी हासिल कर कक्षा में चर्चा की. ഇത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറയുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ചെയ്യേണ്ട ഇപ്പോൾ. പിന്നെ നെക്സ്റ്റ് ഒരു പോയമാണ്, അത് മക്കളൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് इस कविता को पढ़ने के बाद आपके मन में क्या भाव उठते हैं अपने शब्दों में लिख. ഈ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ഭാവമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, അർത്ഥമറിയണം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. ആ ഭിക്ഷാവൃത്തി को किस प्रकार दूर करने का प्रयास करेंगे. ഭിക്ഷാവൃത്തിയെ അല്ലെങ്കിൽ ഭിക്ഷാടനത്തെ ദൂരീകരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇത് ഒരു പ്രശസ്ത കവിതയാണ്. ദോ ടൂട്ട് കളേജെ കെ കർത്താ പസ്താത്ത പഥ പർ ആത്ത പീട്ട് പേട്ട് പീठ दोनों मिलकर है एक चल रहा लकुड़िया टेक मुट्ठी भर दाने को भूख मिटाने को मुँह फटी पुरानी झोली को फैलाता दो टूट कलेजे के करता पछताता पथ पर आता साथ दो बच्चों भी है सदा हाथ फैलाए बाएं से वे मलते हुए पेट को चलाते और दाहिना दया दृष्टि पाने की ओर बैठाए भूख से सुख ओठ जब आते दाता भाग्य विधाता से क्या मांगे क्या पाते. खूंट आंसुओं के पीकर रह जाते चाट रहे झूठी पत्तल वे सभी सड़क पर खड़े हुए और झपट लेने को उनमें कुत्ते भी है अड़े हुए. ഇതിൽ പറയുന്നത് ഭിക്ഷാടനത്തിന് പോകുന്ന ആൾക്കാരെ പറ്റിയാണ്, ഒരു ഭിക്ഷക്കാരനെ പറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ 2 കുട്ടികളുമുണ്ട്. അവരിങ്ങനെ കൈമലർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഭിക്ഷ യാചിക്കുന്ന രംഗവും, അയാൾ ലാസ്റ്റ് അവർ വേസ്റ്റ് ഇട്ടതിൽ നിന്ന് ഭക്ഷണം കിട്ടാതെ വേസ്റ്റ് ഇട്ടതിൽ നിന്ന് ആ വേസ്റ്റ് കഴിക്കുന്നത് രംഗവും, അതോടൊപ്പം അവരുടെ കൂടെ ഒരു നായ കൂടി ആ വേസ്റ്റിൽ നിന്ന് കഴിക്കുന്ന രംഗവും ഒക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്ത് ഭാവമാണ് വരുന്നത് അത് ഒന്ന് നിങ്ങളുടെ ശബ്ദത്തിൽ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഭിക്ഷാവൃത്തി को किस प्रकार दूर करने का प्रयास करें, അതവിടെ നിൽക്കട്ടെ, അത് മക്കൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി മറ്റൊരു കാര്യം മിസ്സിന് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ആർട്ട് ഇൻ്റഗ്രേറ്റഡ് പ്രോജക്റ്റ് തന്നിട്ടുണ്ടായിരുന്നു.
അന്ന് മിസ്സ് മീറ്റിങ്ങിനില്ലാത്തത് കൊണ്ട് മിസ്സിന് അവിടെ പങ്കെടുക്കാൻ പറ്റിയില്ല, നിങ്ങളടുത്ത് പറയാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു റെസിപ്പിയാണ് അല്ലേ, ഫുഡ് റെസിപ്പി. അപ്പോൾ മിസ്സ് ഹിന്ദിയുടെ ഭാഗത്തിൽ തരുന്നത് ഇപ്പോൾ ഹെൽത്തി ഫുഡ് ലിസ്റ്റ് ഉണ്ടാക്കാനാണ്. സ്വസ്ഥ ഭോജൻ കി താലി. അതാരെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റുകാർ തന്നിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് നിങ്ങൾ ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക. സ്വസ്ഥ ഭോജൻ കി താലി അത് മിസ്സ് തരും, നിങ്ങൾക്ക് ഹെഡിങ് തരും, അതിൻ്റെ ടോപ്പിക് തരും. സ്വസ്ഥ ഭോജൻ കി താലി അതാണ് ഹെൽത്തി ഫുഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എഴുതാം. ഓക്കെ, ഹെൽത്തി ഫുഡ് ലിസ്റ്റ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ദ ന്യൂട്രീഷൻ സോഴ്സ് എന്ന് എഴുതുക. എന്നിട്ട് അത് ഹിന്ദിയിൽ സ്വസ്ഥ ഭോജൻ കി താലി എന്ന് എഴുതണം. ഓക്കെ, എന്നിട്ട് അതിന് ആരോഗ്യത്തിനുള്ള ഭക്ഷണ രീതികൾ എന്തൊക്കെയാണെന്ന് ഒന്നുകിൽ നിങ്ങൾക്ക് താലിക അല്ലെങ്കിൽ കോളം വരച്ചെഴുതാം, അല്ലെങ്കിൽ റൗണ്ടിൽ വെച്ചിട്ട് അതിനെ 4ആയി ഭാഗിച്ചും കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് വേറെ, മാംസ്യാഹാരം വേറെ, പിന്നെ മിനറൽസ് വേറെ, അങ്ങനെ ആക്കി നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, അതിന് കോളം വരച്ച് എഴുതുകയാണെങ്കിൽ കോളം വരച്ച് പല കളറിൽ പെയിൻറ്റ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, പല കളറിലുള്ള പേന കൊണ്ട് എഴുതാം. അപ്പം നിങ്ങളുടെ ഗ്രൂപ്പ് എന്തൊക്കെയാണോ തീരുമാനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചിട്ട് ആ ഗ്രൂപ്പിനനുസരിച്ച് ഓരോ ഗ്രൂപ്പുകാരും ഏറ്റെടുത്ത് ചെയ്യുക. ഓക്കെ, നമഃ ശിവായ.